cannot escape our radius. ഇത് പണിയാവേ. എടാ നിന്നോട് നാവുന്നത് പറഞ്ഞാ ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദ ലാസ്റ്റ് ഫോർച്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആ ഷോർട്ട് ഫിലിമിനെ കുറിച്ചും വാട്ട് ഹാപ്പൻ ബിഹൈൻഡ് ദ സീൻസ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു. വെൽക്കം ടു ദ സ്റ്റുഡിയോ അതുൽ. ഹായ്. അതുൽ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് യുവർ ബാക്ക്ഗ്രൗണ്ട്. Sure. എങ്ങനെയാണ് ഈ ലാസ്റ്റ് ഫോർച്യൂൺ എന്ന് പറഞ്ഞ ഈ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് എത്തിച്ചേർന്നത്? ആക്ച്വലി സ്പീക്കിംഗ് ലാസ്റ്റ് ഇയർ ഒരു ഒക്ടോബർ ആയപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ ജനറേറ്റ് ചെയ്യാം, ഇങ്ങനെ ഷോർട്ട് ഫിലിംസ് ചെയ്യാമെന്നുള്ളത് വർഷങ്ങളായിട്ട് മനസ്സിലാഗ്രഹമാണ്. പക്ഷെ ഒരു ടീമിനെ ഫോം ചെയ്യുക, ആ ഒരു സ്ട്രഗിൾ ഓർത്ത് കുറേ കാലം നീണ്ടു പോയി. പലതവണ ട്രൈ ചെയ്തായിരുന്നു. ലാസ്റ്റ് ഇയർ ഞാൻ ഇതിന് സെൻട്രൽ ക്യാരക്ടറായിട്ട് സംസാരിച്ചപ്പം ആൾക്കും പാഷനേറ്റ് ആണ്. അങ്ങനെ ആ സ്റ്റോറി ബിൽഡായി. ഓക്കെ. അങ്ങനെ പയ്യെ ബിൽഡായി ഓരോ പോയിന്റിലാണ് നമുക്ക് ഇതായത് ടെക്നിക്കൽ ക്രൂവിനെ ഫുള്ളും മീറ്റ് ചെയ്തത്. ഓക്കെ. എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നു, ഓക്കെ. എല്ലാവരും പാഷനേറ്റ് ആയിരുന്നു. അങ്ങനെ 1 ഇയർ എടുത്തു ആക്ച്വലി ഇതൊന്ന് ഒരു സിനിമ രൂപത്തിലാക്കാനും. എവറി ഡിപ്പാർട്ട്മെൻറ്റ്, എഡിറ്റിംഗ്, എല്ലാം ഒരാൾക്കോട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ. സോ എല്ലാവരും ടീം എഫോർട്ടായിരുന്നു 1 ഇയർ. ആക്ച്വലി സ്പീക്കിംഗ് 15 days ആണ് ഷൂട്ടിംഗ് പീരിയഡ്, 40 hours. പക്ഷേ ഈ ഒരു 6 months ടൈം എടുത്തു ഷൂട്ടിംഗ് തീരാൻ. പിന്നെ എഡിറ്റിംഗ്, മ്യൂസിക്, എല്ലാവരുടെയും ആദ്യത്തെ വർക്കാണ്. എൻ്റെ ഉൾപ്പെടെ മ്യൂസിക് ചെയ്ത ആൾ, ക്യാമറമാൻ, ആക്ട് ചെയ്ത ആൾക്കാർ, എഡിറ്റിംഗ്, എല്ലാവരുടെയും ഫസ്റ്റ് പ്രൊജക്റ്റാണ്. ഓക്കെ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ഇതെങ്ങനെ വരും. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിം ഞങ്ങൾക്ക് വേണ്ടി വന്നു അത് കംപ്ലീറ്റ് ചെയ്യാൻ. സോ ഇതായിരുന്നു ഇതിൻ്റെ ഒരു ഹോൾ പ്രോസസ്സ് ബ്രീഫ്ലി പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ഈ കഥയുടെ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ ഒരു ഗ്ലാസ്ഗോയിൽ ഇങ്ങനെ ഒരു കഥ വേണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായി. അതായത് ഇവിടുത്തെ ലൊക്കേഷൻസ്, ഇവിടുത്തെ കുറേ കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കണം. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിക് മൂഡുണ്ട് രാത്രിയിൽ. ബേസിക്കലി ഇത് ഡിസംബറിലാണ് ഷൂട്ടിംഗ് തുടങ്ങിയത്, ലാസ്റ്റ് ഡിസംബറിൽ. ഓക്കെ. ബേസിക്കലി ഒരു 4 മണിക്ക് ശേഷം ഇരുട്ടായതുകൊണ്ട് ആ ഒരു കാര്യത്തിനെ യൂട്ടിലൈസ് ചെയ്യാൻ വിചാരിച്ചു. ഇരുട്ടിനെ യൂസ് ചെയ്ത്, ഡാർക്ക്നെസ്സിനെ യൂസ് ചെയ്ത് ഓക്കെ. മോസ്റ്റ്ലി നൈറ്റിൽ ഷൂട്ട് ചെയ്യാമെന്നുള്ളൊരു ഫോമുല ഉണ്ടായി. കാരണം ബേസിക്കലി ഞങ്ങൾ എല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതെ. അപ്പം ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് വന്നിട്ടുള്ള ടൈമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ടൈമിൽ ഇരുട്ടാണ്. അങ്ങനെ കഥ ആ ഒരു പാറ്റേണിൽ ഞാൻ എഴുതി. ഫൈനലി ഇവിടം വരെ എത്തി. അതാണ് എൻ്റെ ഒരു എക്സലൻറ്റ്. ആ ഒരു ജേർണി വളരെ പ്രത്യേകതയുള്ള ഒരു ജേർണിയാണ്. ഐ നോ ദാറ്റ് യു ലേൺ എ ലോട്ട് ഡ്യൂറിങ് ദറ്റ് ജേർണി അല്ലേ? നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, ആർ യു ഫ്രം മൂവി ഇൻഡസ്ട്രി ഓർ യു ആർ ജസ്റ്റ് എ പാഷനേറ്റ് മൂവി മേക്കർ? എനിക്ക് അങ്ങനെ ഒരു മൂവി ബാക്ക്ഗ്രൗണ്ടോ ഇല്ല. നത്തിങ്. ബേസിക്കലി എഞ്ചിനീയർ, ഡിഡ് മൈ എഞ്ചിനീയറിംഗ് ബാക്ക് ഇൻ ഇന്ത്യ. ഓക്കെ. ഇവിടെ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തു, ഓക്കെ. വർക്കിംഗ് ആസ് എൻ എഞ്ചിനീയർ. ഓക്കെ. അതല്ലാതെ എനിക്കൊരു മൂവി ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ല. ഈ മൂവി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒന്നുമില്ല. ഇല്ല. പാഷനേറ്റ്. ഓക്കെ. എന്തുകൊണ്ട് ഗ്ലാസ്ഗോയിൽ, നിങ്ങളിപ്പോൾ പറഞ്ഞു ഗ്ലാസ്ഗോവിൻ്റെ ഒരു ഇരുട്ട് അല്ലെങ്കിൽ ആ ഒരു ടൈം, ലൊക്കേഷൻ ആൻഡ് ദാറ്റ് സിറ്റുവേഷൻ അതെല്ലാം എടുത്തിട്ടാണ്. ഗ്ലാസ്ഗോയിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ച് കാലമായോ? അതെ, 3 കൊല്ലമായി. എന്തുകൊണ്ട് ഗ്ലാസ്ഗോ തന്നെ തിരഞ്ഞെടുത്തു? UK മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത്രയും കൂടി ബെറ്റർ ആയിരിക്കുമല്ലോ. ഞങ്ങളെല്ലാവരും ഇവിടെയാണ് റെസിഡൻ്റ് ആയിട്ട് താമസിക്കുന്ന പ്രസിഡന്റ് ആയിട്ടുള്ള. പിന്നെ സ്കോട്ട്ലൻഡിൻ്റെ ഒരു ഭംഗി, ഇവിടെ ഒരു കഥ പറയണം എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹമായിരുന്നു. സ്കോട്ട്ലൻഡിൽ തന്നെ അല്ലെങ്കിൽ ഗ്ലാസ്ഗോ സിറ്റിയിൽ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ റൺത്രൂ സിനി വേൾഡിൽ ഒരു പടം കാണാൻ പോയപ്പം ഓക്കെ. ആ ടോപ്പ് ഫ്ലോറിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ സംസാരിച്ചപ്പോൾ ഇതൊരു ബാറ്റ്മാൻ ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. ഒരുപാട് ഇംഗ്ലീഷ് മൂവീസ് ഇവിടെ. ഇന്ത്യാന ജോൺസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ബാറ്റ്മാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പടങ്ങളിൽ ചെറിയ ഭാഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മുകളിൽ താഴോട്ട് നോക്കുമ്പോഴേക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആ സ്ട്രീറ്റ്സും
കഴിഞ്ഞ ദിവസം സ്പൈഡർമാൻ ഷൂട്ട് ചെയ്തു. ഒരു അതെ. ന്യൂയോർക്കിന്റെ ഒരു യെസ്. വൈബ് Yeah. അവർ ക്രിയേറ്റ് ചെയ്തു. I think Fast and Furious. Fast and was Furious. shot here as well. Yeah. സോ അങ്ങനെ നോക്കിയപ്പം എന്തുകൊണ്ട് നമുക്കിവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമ്മളിവിടെ താമസിക്കുന്നു, അപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യാം. വേറെ എവിടെയും പോയി ഷൂട്ട് ചെയ്യാതെ നമുക്ക് തന്നെ ഇവിടെ ആ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സിറ്റി അറിയാം, സ്ഥലങ്ങൾ അറിയാം. അങ്ങനെ ഒരു അതും കൂടെ ഒരു 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 ആഗ്രഹമായിരുന്നു, അതെ. ഗ്ലാസ്കോ സിറ്റിയിൽ ഷൂട്ട് ചെയ്യണം Okay. എന്നുള്ളത്. അതാണ് അങ്ങനെ ഗ്ലാസ്കോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു പിന്നെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങളെല്ലാം ഇവിടെയാണ്. നിങ്ങൾ ജോലി കഴിഞ്ഞുള്ള located സമയം here. ഇവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം കൊണ്ടും ഒത്തുചേർന്നു. ഒത്തുചേർന്നു. ഒരു ഷോർട്ട് ഫിലിം ഉം. എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കോർഡിനേഷൻ വേണം. അതിനെക്കാട്ടിലൊക്കെ ഉപരി വേണ്ടത് ഒരു പ്രൊഡ്യൂസറാണ്. ടെൽ us about your producer. തീർച്ചയായും വേണം. അപ്പം ബേസിക്കലി എനിക്കൊരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ക്രൂ ആദ്യമേ ഇല്ലായിരുന്നു. പിന്നീട് ക്രൂ ബിൽഡായി എല്ലാവരും പാഷനായിട്ട് വന്നത്. അപ്പം ആരോട് പോയി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. ആഹാ. കാരണം നമുക്കൊരു കാണിക്കാനൊരു വർക്കില്ലായിരുന്നു. അതെ. ബേസിക്കലി ഓർത്തു, ഞാൻ വൈഫിനോട് ചോദിച്ചു, വൈഫ് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ശരി. വൈഫിനും അറിയില്ലായിരുന്നു ഇത് ഇങ്ങനെ വന്ന് ചേരുമെന്ന്, എനിക്കും അറിയില്ലായിരുന്നു. അപ്പം വൈഫ് ആ ഒരു ധൈര്യത്തിലും പറഞ്ഞ പോലെ ആ ഒരു കോൺഫിഡൻസ് വന്നു. അങ്ങനെ വൈഫ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആരോടും എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഇല്ല. ജസ്റ്റ് ഫോർ വൈഫിനോടല്ലാതെ വേറെ ആരോടും ഈ ഒരു ടൈം ഫ്രെയിമിന് വൈഫിനോട് മാത്രമേ കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ. അത് ശരി. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് വൈഫ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയത്. അത് ശരി. അപ്പോൾ വൈഫ് 2 റിസ്ക് ആണ് എടുത്തിരിക്കുന്നത്. ഒരു ഫിനാൻഷ്യൽ റിസ്ക് എടുത്തിട്ടുണ്ട് ഇതിന്റെ പുറകിൽ. ലൈഫും ഫിനാൻസും. തീർച്ചയായും അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അല്ല, അത് എത്ര പേർക്ക് അത് അങ്ങനെ പറയാൻ പറ്റുന്നത് എനിക്കറിയില്ല. എത്ര പേര് അത് സമ്മതിക്കും എന്നുള്ളതും അങ്ങനെ ഒരു ഓപ്ഷൻ. കമ്മിങ് ടു ദ സ്റ്റോറി ലൈൻ ഓഫ് ദ ഷോർട്ട് ഫിലിം, നിങ്ങളുടെ ഇത് ഒരു ത്രില്ലറായിട്ടാണ് നിങ്ങളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെ. ത്രില്ലറിനോട് പാഷൻ ഉണ്ടോ നേരത്തെ തന്നെ? പാഷനുണ്ട് എനിക്ക്. ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ കഥ എഴുതിയത് ഞാൻ തന്നെ. അതിൽ തന്നെയാണ്. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഒരു പ്രചോദനം? ത്രില്ലർ എടുക്കാനുള്ള പ്രചോദനം ഞാൻ അന്ന് ഞാൻ കണ്ട ഗ്ലാസ്കോയുടെ ഒരു അറ്റ്മോസ്ഫിയറിനും ഗ്ലാസ്കോയുടെ ആ സിറ്റി ആ ഒരു കാര്യത്തിന് ഒരു ത്രില്ലർ എന്തുകൊണ്ട് ആയിക്കൂടാന്നുള്ളൊരു തോട്ടിലാണ് ത്രില്ലർ എഴുതിയത്. ബേസിക്കലി ത്രില്ലറിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സീറ്റഡ് ത്രില്ലറിനോട് ഇഷ്ടം. പക്ഷേ ഇത് അങ്ങനെ ആ ഒരു കാറ്റഗറി പെടുന്നതല്ല. അല്ല. അപ്പം അങ്ങനെ എഴുതാൻ ഇപ്പോൾ ആൾക്കാരെ ആ ഓഡിയൻസിനെ നമ്മുടെ കഥയിലെ ജേണിയിൽ കൂടെ കൊണ്ടുപോകാം എന്നുള്ളൊരു പാറ്റേണിലാണ് ത്രില്ലർ എഴുതിയത്. അപ്പോൾ ഇതിൽ വരുന്നൊരു കഥയുടെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ചെറിയൊരു ഗാങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വേൾഡിനെ കുറിച്ചിട്ടുള്ള ഒരു അതെ. അതും ഗ്ലാസ്ഗോ ആയിട്ട് ബന്ധമുണ്ട്. കാരണം ഗ്ലാസ്ഗോനെ കുറിച്ച് ജനറലി നല്ലൊരു അഭിപ്രായം പുറത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇല്ല. I don't know whether you're aware of it, but Glasgow was considered as one of the murder capital of Europe once for the knife crimes. And that was once. Just to tell to the audience, not now. It was before. Did that inspire you as well as a part of it, or? ഈ പറഞ്ഞ കാര്യം 2000 early 2000 ആയിരുന്നു. Early 2000. early 2000. പക്ഷേ പിന്നീട് അത് മാറി, ആ ഒരു വിഷയം മാറി. അത് ആക്ച്വലി അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ആ സ്റ്റോറി ഞാൻ പഠിച്ചു. അത് ശരി. ആ ഒരു സ്റ്റോറി ആക്ച്വലി ഓക്കെ. അതെൻ്റെ ഒരു കൊളീഗ്, ഇപ്പം അദ്ദേഹം റിട്ടയറായി. കൊളീഗ് ആക്ച്വലി ഇതിനെപ്പറ്റി എന്നോട് പറഞ്ഞായിരുന്നു. ഞങ്ങളൊരു സ്ഥലത്ത് കഴിക്കാൻ പോയി, ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് അല്ല. ആൾ പറഞ്ഞു ഈ റെസ്റ്റോറൻറ്റ് ഈ ആൾക്കാരുടെയാന്ന് പറഞ്ഞു. ലൈക്ക് അവർ ഓൺ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു പണ്ട് തൊട്ട്. അപ്പം അങ്ങനെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോഴാണ് ഓക്കെ കൈൻഡ് ഓഫ് അങ്ങനെ ഒരു സ്റ്റോറി, ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു, യൂറോപ്പിലുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഒരു ചെറിയ ഭാഗമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഗ്ലാസ്ഗോ അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുണ്ടോ ഈ മൂവി? ഉണ്ട്, നോർത്ത് ആഫ്രിക്കയിൽ ഷൂട്ട്. മൊറോക്കോ. അത് ശരി. അവിടെ പോയി ഷൂട്ട് ചെയ്തതാണ് ആ ബിറ്റ്. അതെങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അത് അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ അത് ആക്ച്വലി വേറൊരു ടെറൈൻ വേണമായിരുന്നു. അപ്പോൾ ഇതിനകത്തൊരു കഥ എഴുതിയപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വന്നു. ഞാൻ ഓർത്തു ഇത് മാറ്റി വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് ആ യാത്ര ഒഴിവാക്കാം. പക്ഷേ എൻ്റെ മനസ്സിൽ എന്തായാലും നമ്മൾ ആദ്യമായിട്ട് എടുക്കുവാണ്, സമയം എടുത്ത് എടുക്കുവാണ്. അപ്പോൾ ഒരു ടെറൈൻ കാണിക്കാം, റിയൽ ആയിട്ട് കാണിക്കാം, അത് ഒഴിവാക്കണ്ട
ഒരു 2 കൺട്രി നമുക്ക് പോയി ഷൂട്ട് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നു. അങ്ങനെ ഞാനും വൈഫും കൂടെ പോയത്. ശരി. പോയി ഷൂട്ട് ചെയ്തു. പക്ഷേ ഒരു പ്രശ്നം പറ്റിയത് അവിടെ സഹാർ ഡെസേർട്ടിൽ ചെന്ന് ഷൂട്ടിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നപ്പം വൈഫ് ആക്ച്വലി ഒന്ന് സ്ലിപ്പായി വീണു. അത് ശരി. ഡെസേർട്ടിലൊന്ന് വീണു. വീണ് കഴിഞ്ഞാൽ ആക്ച്വലി ഞങ്ങൾ ഡ്രൈവ് ചെയ്ത്, അതായത് ഒരു വാനിൽ കുറേ പേരുണ്ടായിരുന്നു. പാക്കേജ് ട്രിപ്പായിരുന്നു. മലയാളികളാരുമില്ല, ലൈക്ക് വെളിയിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കിന് തിരിച്ചു പോരാൻ നമുക്ക് പറ്റത്തില്ല. കാരണം 6 hours ഡ്രൈവ് ചെയ്തു. ഇവിടുന്ന് ക്യാമലിൽ 1 hour യാത്ര ചെയ്തിട്ടാണ് നടുക്കെത്തിയത്, സഹാർ ഡെസേർട്ട് നടുക്കെത്തി ക്യാമ്പ് ചെയ്യുന്നത്. അവിടെ വെച്ച് ആൾ വീണിട്ട് ആളുടെ കാല് ഹെയർലൈൻ ഫ്രാക്ചറായി. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഷൂട്ടിങ് നടന്നതും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഷൂട്ട് ചെയ്യാതിരിക്കാൻ മാർഗവും ഇല്ല, പക്ഷെ നോക്കുകയും വേണം. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ എല്ലാ ബുദ്ധിമുട്ടും അവസാനം നന്നായി പര്യവസാനിച്ചപ്പം ഒരു സമാധാനം. അത് മാത്രമല്ല, ഇതിന്റെ പ്രൊഡ്യൂസറും കൂടിയാണ്. ദാറ്റ്സ് എക്സലന്റ്. അപ്പോൾ അതൊരു ചാലഞ്ചിങ് പാർട്ടാണ് നിങ്ങൾക്ക് അവിടെ. പക്ഷെ ജനറലി ത്രൂ ഔട്ട് ദ പ്രോസസ് വാട്ട് ആർ ദ അതർ ചാലഞ്ചസ് യു ഹാവ് ടു ഓവർകം? ഷൂട്ടിംഗ് ഒരു ചാലഞ്ചായിരുന്നു. എല്ലാവരുടെയും ടൈമിൽ ഇതിനകത്ത് ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. എല്ലാവരും ഒന്നിച്ച് വരുന്ന സീൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരെയും ഒന്നിച്ച് കിട്ടണം. ഇന്ന ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്യണം. അതൊക്കെ ചാലഞ്ചായിരുന്നു. പടം ഷൂട്ടിംഗ് കഴിഞ്ഞാലും എഡിറ്റിംഗ് ഒരു ചലഞ്ചായിരുന്നു. ടൈമില്ലായിരുന്നു. മ്യൂസിക് ഒരു ചലഞ്ചായിരുന്നു. ഡബ്ബിംഗ് ഒരു വലിയ ചലഞ്ചായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറേ പൈലറ്റ് ഓഡിയോസ് ഞങ്ങൾക്ക് മിസ്സായി. അപ്പോൾ അത് റീഡബ് ചെയ്തെടുക്കുക, ഇമോഷൻ കൊണ്ടുവരിക എന്നുള്ളത് കുറേ പാട് പിടിച്ച പരിപാടിയായിരുന്നു. എനിക്കത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും ചെയ്ത സ്ട്രഗിളാണ് ഈ ഒരു ഇതിനെ ഓവർകം ചെയ്യും. കുറേ പോയിന്റിൽ ഇത് ഞാൻ ഉപേക്ഷിച്ചാലോ എന്ന് ആലോചിച്ചതാണ്. കാരണം ഭയങ്കര ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അറിയത്തില്ല. ഇതൊരു പോയിന്റ് കഴിഞ്ഞപ്പം ഇതെങ്ങനെ വരും എന്നറിയത്തില്ല. നമ്മൾ കുറേ ഷൂട്ട് ചെയ്തു, കുറേ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ നമ്മളത് മുന്നോട്ട് പോയി, എല്ലാവരും ധൈര്യം തന്നു, എല്ലാവരും മുന്നോട്ട് പോയി അവസാനം റിലീസ് ചെയ്തു. എക്സലന്റ്. യൂട്യൂബ് തന്നെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് കിട്ടിയതുകൊണ്ട് പിന്നെ അതൊരു എളുപ്പമായല്ലോ. അതെ. അത് ഇപ്പോൾ ഒരുപാട് ഇൻഡിപെൻഡന്റ് മൂവി മേക്കേഴ്സ് ഉണ്ട്, ഫിലിം മേക്കേഴ്സ് ഉണ്ട്, ഷോർട്ട് ഫിലിംസിന്റെ ഒരു സാഗ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി പേര് അതിലേക്ക് വരുന്നുണ്ട്. സോ യൂട്യൂബ് ഈസ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം ഫോർ. തീർച്ചയായും. Tell us about 90 Dream Studio. 90 Dream Studio, basically മൂവീസ് അണ്ടർ 90 minutes എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് 90 Dream Studio എന്നുള്ളൊരു പേര് വന്നതും. പക്ഷെ ഇത് പേര് ഇട്ടപ്പോൾ തന്നെ വേറൊരു കാര്യം മനസ്സിലായി. ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും 2000 കഴിഞ്ഞ് ജനിച്ചവരുണ്ട്. ഇതിനകത്ത് എഡിറ്ററും ക്യാമറമാനും ഒക്കെ അതിൽ കഴിഞ്ഞ് ജനിച്ചവരാണ്. പക്ഷെ ഇതിൽ ആക്ട് ചെയ്ത എല്ലാവരും അങ്ങനെ അത് സംഭവിച്ചു പോയതാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആനിമേഷൻ വേണമായിരുന്നു. ഒരു ആളുകളിലേക്ക് അത് എത്തിക്കണം. ആ ഒരു ബ്രിഡ്ജ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്, എങ്ങനെയാണ് ഈ എൻ്റർടൈൻമെൻറ്റ് ആൾക്കാരിലേക്ക്, അത് പിന്നീടാണെങ്കിലും ആൾക്കാർ അറിയണം എങ്ങനെയായിരുന്നു ഈ 90s ഉണ്ടായ ഒരു വാക്ക്മാനും കാസറ്റും DVD-യും ഇതെല്ലാം ചേഞ്ച് ചെയ്ത് ഇതൊരു 90 to 2005 വരെ ആയിരുന്നു ഇതിൻ്റെ ഒരു ബ്രിഡ്ജ്. ഇത് കംപ്ലീറ്റ്ലി ചേഞ്ച് ഓവർ. ഇപ്പം ഇപ്പോൾ പലർക്കും അറിയില്ല. ഈ വീഡിയോ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, ഒരാൾ ചോദിച്ചു എന്താ അത് അവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു വോക്ക്മാൻ ആണെന്ന് പറഞ്ഞു. ആൾക്കറിയില്ല വോക്ക്മാൻ എന്നാണ്. ലൈക്ക് അപ്പോൾ ആ ഒരു ബ്രിഡ്ജ് കാണിക്കണം. പിന്നീട് എപ്പോഴെങ്കിലും ആൾക്കാർ ഇത് കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജി ഉണ്ടാകണം. അങ്ങനെയാണ്. പിന്നെ ഈ മൂവീസ് അണ്ടർ 90 minutes എന്നൊരു കോൺസെപ്റ്റും കൂടെ ആയിരുന്നു. ഐ തിങ്ക് എല്ലാ മൂവീസും അതിലേക്ക് ഒന്ന് ചുരുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടോ ജനറലി? ഈ മോർ ദാൻ 2 hours മൂവീസ് ഒന്നും ഇപ്പം അത്ര അങ്ങോട്ട് പോപ്പുലർ ആവുന്നില്ല, ആൾക്കാർ കാണുന്നില്ല. എല്ലാവരും കാണുമ്പോൾ പറയുന്നത് ഞങ്ങൾ കൂടുതൽ ഓടിച്ചു വിട്ട് കാണുന്ന അർപ്പാതി വന്നതാണ്. തീർച്ചയായും. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം പണ്ടത്തെ പോലെ 1-2 കണ്ടന്റ് അല്ല ഉള്ളത്. ഒരു ഓഷ്യൻ ഓഫ് കണ്ടന്റ്സ് ആണുള്ളത്. ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ലോട്ട് ഓഫ് കോണ്ടന്റ്സ്. അപ്പോൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കുക, നല്ലത് ചൂസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടി പിടിച്ച പണിയാണ്. എനിക്ക് 2 hours മൂവി, 3 hours മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മൂവി ആണെങ്കിൽ കണ്ടിരിക്കാം. അപ്പം ഞാൻ അതിനോട് എനിക്ക് മോശമായിട്ടൊന്നുമില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആലോചിച്ചത് 1.5 മൂവി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അങ്ങനത്തെ മൂവിയിലേക്ക് വരുമ്പം അങ്ങനത്തെ മൂവി താല്പര്യമുള്ളപ്പം അവർക്ക് നമ്മുടെ സ്റ്റുഡിയോനെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അതല്ല
ഞങ്ങൾക്കും താല്പര്യമുണ്ട്. ഉം. 2.5 hour മൂവി, 3 and അപ്പോൾ അത് വേറൊരു വെർട്ടിക്കലായിരിക്കും. ഉം. അപ്പോൾ ഇത് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു മൂവീസ് ഉണ്ട് 90 മിനിറ്റ്സ്. ഓക്കെ. അതായത് മിനിമം ടൈം കൊണ്ട് അവർ എൻ്റർടൈൻ ചെയ്യുക. മിനിമം ടൈം കൊണ്ട് അവരിൽ എന്ത് എക്സ്പെക്റ്റ് ഉണ്ടാക്കുക. ഉം. ഗൂസ് ബംസ് ആണെങ്കിലും ത്രില്ലിംഗ് എക്സ്പെക്റ്റ് ആണെങ്കിലും ഇമോഷൻ ആണെങ്കിലും ഉം. മുന്നോട്ട് അങ്ങനെ ചെയ്യണമെന്നാണ് ആഗ്രഹം. ആഗ്രഹം. അപ്പോൾ വാട്ട് ഈസ് ദ അപ്കമിങ് പ്രോജക്ട്സ്? നെക്സ്റ്റ് മൂവി ഞങ്ങൾ ഓൾറെഡി ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്തു. അപ്പോൾ അതും അതും ഗ്ലാസ്ഗോ തന്നെ ബേസ് അതും ഗ്ലാസ്കോ ബേസ്ഡ് ആണ്. ഓക്കെ. അതും ഗ്ലാസ്കോ ബേസ്ഡ് ആണ്. അപ്പോൾ അതാണ് അടുത്ത പ്രൊജക്റ്റ്. അത് കഴിഞ്ഞുള്ള മൂവി എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് ശരി. പ്രൊഫഷൻ്റെ ഇടയ്ക്ക് അതിനും സമയം ചെലവഴിക്കണം അല്ലേ? സമയം കണ്ടെത്തുന്നു. പ്രൊഫഷൻ ഇതും രണ്ടായിട്ടാണ് കാണുന്നത്. അതെ. പ്രൊഫഷൻ്റെ പോലെ പോകുന്നു. ആ. ബാക്കി കിട്ടുന്ന സമയം, ബാക്കി ആഫ്റ്റർ 5 o'clock കിട്ടുന്ന സമയം നമ്മൾ ഇതിനായിട്ട് മേക്ക് യൂസ് ചെയ്യുന്നു. നമ്മളെ പുഷ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലല്ല, അത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ അതായത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വിചാരിക്കുന്നത് UK എന്ന് പറഞ്ഞ സ്വർഗ്ഗഭൂമി, അതിൻ്റെ വരും വരായികളൊന്നും അറിയാൻ്റെ ഒത്തിരി പേര് ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ യു ആർ ഷോയിങ് ദ റൈറ്റ് സൈഡ് ഓഫ് ഇറ്റ്, യുനോ. ത്രില്ലർ മാത്രമല്ല, എൻ്റെ വേറെ വല്ല ജോണറിലും ലൈക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. അടുത്ത മൂവി ആക്ച്വലി ഒരു റൊമാൻറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ ഒരു കാറ്റഗറി വരുന്നതാണ്. കുറച്ചുകൂടി ഇമോഷണൽ, ഗ്രൗണ്ടഡ് ഇമോഷൻ ഉള്ള ഒരു മൂവിയാണ്. എനിക്ക് ഓർമ്മയുണ്ട് 2007 കാലഘട്ടത്തിൽ യൂട്യൂബിൻ്റെയൊക്കെ ഒരു ആദ്യ വേർഷനിൽ അക്കരെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം വന്നു. കണ്ടിട്ടുണ്ടോന്ന് കണ്ടിട്ടുണ്ടോ? അത് വളരെ പോപ്പുലർ ആയിരുന്നു ഒരു സമയത്ത്. പിന്നെ അത് ഐ തിങ്ക് ഇറ്റ് കെയിം ബാക്ക് അഗൈൻ. അന്ന് ആ അക്കരെ കാഴ്ചകൾ എന്നുള്ള ആ പ്രോഗ്രാമിൽ സീരീസിലുണ്ടായിരുന്നു നടന്മാരൊക്കെ പിന്നീട് സിനിമ, നമ്മുടെ മലയാളം സിനിമയിലും വന്നിട്ടുണ്ട്. ഗ്രിഗറി ABCD എന്നുള്ള മൂവിയിലൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു സിറ്റ്കോം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷണൽ കോമഡി അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള അങ്ങനെ വല്ലതും എഴുതാൻ താല്പര്യമുണ്ടോ? ഉണ്ട് ആക്ച്വലി. അതൊരു ഗ്ലാസ്കോയിലെ ഒരു 2000-ന് ശേഷം തോന്നി റിസർച്ച് ചെയ്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ ഇവിടെ വന്നതും സമയത്ത് ആ ടൈമിൽ. അപ്പം അതിനെ ബേസ് ചെയ്തൊരു വെബ് സീരീസ് പ്ലാനുണ്ട്. 2000-ന് ശേഷം ഇമിഗ്രൻ്റ് ആയി വന്ന മലയാളികൾ മാത്രമല്ല, ഒരുപാട് പേര് ഒരു സൗത്ത് ഏഷ്യൻ റീജിയനിലുള്ള ഒരുപാട് പേര് വന്നു. അപ്പം ആ സമയത്ത് വന്നവരും 2025-ൽ വന്ന ഒരാളും തമ്മിലുള്ള പാരലൽ സ്റ്റോറി, എന്നിട്ട് ഏതെങ്കിലും ഒരു മൊമെന്റിൽ അയാൾ കൂട്ടിമുട്ടുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സ്റ്റോറി പ്ലാൻ ചെയ്യുന്നുണ്ട്. That would be very interesting. Okay. ഒത്തിരി പേർക്ക് സോ മലയാളം ബേസ് ചെയ്തിട്ടുള്ള സീരീസാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതെ. അപ്പോൾ വേറെ ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാനൊന്നും? സെക്കൻഡ് ഷൂട്ട് ചെയ്ത മൂവിയിൽ സ്കോട്ടിഷ് ആക്ടർ ഉണ്ട്. അദ്ദേഹം ചെയ്യുന്ന ആളുടെ പോർഷൻ ഫുൾ ഇംഗ്ലീഷിലാണ് പോകുന്നത്. ആളുടെ പോർഷൻ ഫുൾ ഇംഗ്ലീഷിലാണ് പോകുന്നത്. ഓക്കെ. കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ആഗ്രഹമാണ്. നമുക്ക് ടൈം വേണം, സപ്പോർട്ട് വേണം. ഈ പറഞ്ഞ പോലെ ഇത് വന്ന് ചേരണം, സ്ട്രഗിളിലൊക്കെ ഓവർകം ചെയ്യണം. അതെ. സോ ഇതിൻ്റെ ആക്ടേഴ്സിനെ കുറിച്ച് പറയൂ. ലീഡ് ആക്ടറായിട്ടുള്ള ഗ്രിഗറീസ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ്. He's keen to be an actor. ഭയങ്കര പാഷനേറ്റ് ആണ്. ഇതിനു മുമ്പ് പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതും ഫസ്റ്റ് ആണ്. വെരി ഗുഡ്. ഫുൾ ഫ്ലെഷ് ഷോർട്ട് ഫിലിമിലെ ഫസ്റ്റ് ആണ്. അദ്ദേഹമായിട്ടാണ് ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ആന്റഗണിസ്റ്റ് റോളിൽ വരുന്നത് സുനോജ് ജോർജ്. അദ്ദേഹം ഇവിടെ വർഷങ്ങളായിട്ടുള്ളതാണ്. എൻ്റെ ഒരു കസിനും കൂടെയാണ്. അത് ശരി. അദ്ദേഹം ഭയങ്കര പാഷനേറ്റ് ആണ്, പണ്ടുതൊട്ടേ പാഷനേറ്റ് ആണ്. അത് ശരി. പിന്നെ ജോസ് ജോർജ് എൻ്റെ ഫ്രണ്ടാണ്. ശരി. പിന്നെ ഇതിനകത്ത് DOP ചെയ്തിരിക്കുന്ന അലൻ സജു, മ്യൂസിക് ചെയ്തിരിക്കുന്ന ഷെം ജോസഫ്, എഡിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റെഫിൻ പോൾ, പിന്നെ ഇതിനകത്ത് ആക്ട് ചെയ്തിരിക്കുന്ന അലീഷ, ബാക്കിയുള്ള ആക്ടേഴ്സ് ഇമാനുവൽ ജോർജ്, ഒരുപാട് പേര് ആക്ട് ചെയ്തിട്ടുണ്ട്. അതല്ലേ, ചെറിയ റോളിലാണെങ്കിലും വലിയ റോളിലാണെങ്കിലും ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഈ മെയിൻ ക്യാരക്ടേഴ്സാണ്. വെരി ഗുഡ്. ഇവരെല്ലാം പാഷനേറ്റ് ആണ്. എല്ലാവരും പാഷനേറ്റ് ആയിട്ട് സപ്പോർട്ടീവായിട്ട് കൂടെ നിന്നു. അതുകൊണ്ടാണ് മുന്നോട്ട് പോയത്. എക്സലന്റ്. നോ, അവരുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കാരണം എല്ലാവരും അവരുടെ മെയിൻ സ്ട്രീം ജോബ് കഴിഞ്ഞിട്ട് വന്ന് സഹകരിക്കല്ലേ. തീർച്ചയായും. അത് പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി പേര് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്.
ഈ ഗ്ലാസ്ഗോയിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലും ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉം. എന്തെങ്കിലും പെർമിഷൻ വേണോ എന്നുള്ളത്? സോ ഡു യു സീക്ക് പെർമിഷൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ് ഓർ ജസ്റ്റ് ഈസിലി യു ക്യാൻ ഡു ഇറ്റ്? പെർമിഷൻ വേണം ആക്ച്വലി. സബ്വേയിലൊക്കെ നമ്മൾ പെർമിഷൻ ചോദിച്ചായിരുന്നു. പെർമിഷൻ ചോദിച്ചായിരുന്നു. സബ്വേയിൽ താഴെ പോയി ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവരോട് പെർമിഷൻ ചോദിക്കാതെ അവർ സമ്മതിക്കില്ല. സബ്വേയിൽ പെർമിഷൻ ചോദിച്ചു. സ്ട്രീറ്റ്സിൽ ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ വെച്ച ഫ്രെയിമിലേക്ക് ആരെങ്കിലും കയറി വരുവാണെങ്കിൽ അവരുടെ പെർമിഷനും കൂടി കോൺസെന്റ് നമുക്ക് എടുക്കണം, അല്ലേ? തീർച്ചയായും വേണം. ആരുടെയും മുഖം നമ്മൾ അങ്ങനെ ആരുടെയും അനുവാദം ഇല്ലാതെ കാണിച്ചിട്ടില്ല. അങ്ങനെ ഉള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടേ ഉള്ളൂ. അങ്ങനെ കൺസെന്റ് ഇല്ലാതെ ആരുടെയും മുഖം കാണിക്കാൻ അനുവാദമില്ല. എല്ലാം പെർമിഷൻ എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുൽ മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആർ യു എ പാർട്ട് ഓഫ് എനി അസോസിയേഷൻ ലൈക്ക് ഫിലിം അസോസിയേഷൻസ്? നോ. ഓക്കെ. ലണ്ടൻ ഫിലിം ക്ലബിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു. വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഓക്കെ. സോ യു ഗെറ്റ് സം സപ്പോർട്ട് ഫ്രം അതർ പീപ്പിൾ ലൈക്ക് ദാറ്റ് ഓർ? നോ, ഞാൻ ആക്ച്വലി ആരോടും പറഞ്ഞിട്ടില്ല. ഇത് ഈ 1 വീക്ക് ആയിട്ടുള്ള ഞങ്ങൾ വിസിബിൾ ആയിട്ട് ഓൺലൈനിൽ ഈ ഹോൾ പ്രോസസ്സിൽ പടം ഷൂട്ട് ചെയ്ത ടൈമിലും ഈ സെക്കൻഡ് പടം ഷൂട്ട് ചെയ്തപ്പോൾ ഒന്നും ആരോടും ഈ ക്രൂ അല്ലാതെ പിന്നെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലാതെ ഞങ്ങൾ ആരോടും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഏതെങ്കിലും രീതിയിലൊന്ന് അപ്ലോഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് കഴിഞ്ഞ 20th ഡിസംബറിലാണ് ഇതൊന്ന് റിലീസായത്. റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് എല്ലാവരോടും നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത്. ലണ്ടൻ ഫിലിം ക്ലബിലൊക്കെ ഞങ്ങൾ ഇതിട്ടു. അവിടെ നിന്നൊക്കെ നല്ല റെസ്പോൺസ് വരുന്നു. ഇനി മുന്നോട്ട് വേണം എല്ലാവരോടും സംസാരിക്കാൻ. അതെ. അല്ല ദിസ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ ദ ഇൻഡിപെൻഡന്റ് മൂവി മേക്കേഴ്സ് ഇൻ ഫ്യൂച്ചർ എസ്പെഷ്യലി. അപ്പോൾ അതൊരു നല്ലൊരു സ്റ്റെപ്പാണ് ഒത്തിരി പേരൊക്കെ. അപ്പോൾ അടുത്ത ജനറേഷൻ ഓഫ് മൂവി മേക്കേഴ്സ്, ഒത്തിരി നമ്മുടെ കുട്ടികൾ ഒത്തിരി പേര് ആസ്പിറേഷൻ ഉണ്ട്, മൂവിയിലേക്ക് വരണം അല്ലെങ്കിൽ മൂവി ക്രിയേറ്റ് ചെയ്യണം, അവരുടെ അടുത്തൊരു സ്റ്റോറി ഉണ്ട്. അവർക്കൊക്കെ എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? ആദ്യമായി പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരാളല്ല മെസ്സേജ് കൊടുക്കാൻ. കാരണം ജസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം എടുത്തു എന്ന പേരിൽ ഇപ്പോൾ ഒരെണ്ണം എടുത്തുകൊണ്ട് ഇപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ആയി കാണുമല്ലോ. എക്സ്പീരിയൻസ് ആയി, പക്ഷെ അങ്ങനെ പറയാൻ എനിക്കൊരു ഞാൻ പറയും, പക്ഷെ അങ്ങനെ ഞാനത് ഫോഴ്സ്ഫുള്ളി ആരോടും പറയാറില്ല. കാരണം ഒരു പൊസിഷനിൽ ആയിട്ടുണ്ടെന്നുള്ളൊരു വിചാരം പോലും എനിക്ക് ആയിട്ടില്ല. അപ്പം എൻ്റെ ക്രൂവിനോട് ഞാൻ പറയുന്നത്, പാഷനേറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ അത് ഞങ്ങളെല്ലാം കണ്ടതാണ്. യൂണിവേഴ്സ് നമ്മളിൽ എല്ലാം കൊണ്ട് എത്തിച്ചു തരും. അപ്പം അതേ എനിക്ക് പറയാനുള്ളൂ. പാഷനേറ്റ് ആകുക, ഡെഡിക്കേറ്റഡ് ആകുക, നമ്മൾ ചെയ്യുന്ന വർക്കിന് ഒരു സിൻസിയറിറ്റി ഉണ്ടാകുക. നമ്മൾ അതിനകത്ത് ഒരു ഷോർട്ട് കട്ട് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ എവിടെ എത്തില്ല, അത് നമുക്ക് ഷൂട്ട് ചെയ്ത് തീർക്കാനും പറ്റത്തില്ല. ഈ സബ്ജക്റ്റിലും ഈ ടീമിൽ എനിക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യമായിട്ട് ഇറക്കാം എന്ന് വിചാരിച്ചത്. താങ്ക് യു അതുൽ ഫോർ സ്പെൻഡിങ് ടൈം ഇൻ സാൻ ടി വി സ്റ്റുഡിയോസ്. ആൻഡ് നിങ്ങളുടെ ഷോർട്ട് ഫിലിം, ഇനി വരുന്ന ഷോർട്ട് ഫിലിംസിനെല്ലാം ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ഓൾ യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ്. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു. വളരെ സന്തോഷം തോന്നിയ ഒരു മുഹൂർത്തമാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രവാസി മലയാളികൾ പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ഇവിടെ മറ്റു പല ജോലികൾക്കുമായി ഇവിടെ വരുന്നു. പക്ഷേ മൂവി എന്ന് പറഞ്ഞ പാഷൻ കൊണ്ടു നടക്കുകയും അത് പ്രൊമോട്ട് ചെയ്ത്, അത് ഷൂട്ട് ചെയ്ത്, അത് പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള മലയാളികളും കൂടി ഉൾപ്പെടുത്തി അത് അവർ വളരെ ഭംഗിയായി അത് അവതരിപ്പിക്കുന്നു. അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മളുടെ കുട്ടികൾ ഇതുപോലെ ഇനിയും ഫ്യൂച്ചറിൽ ഒരുപാട് മൂവീസ് ക്രിയേറ്റ് ചെയ്യണമെന്നും നമ്മുടെ സ്റ്റോറീസ് നാട്ടിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് സാൻ ടി വിയുടെയും മിഷൻ, അതുലിൻ്റെയും മിഷൻ. ആൻഡ് ഐ വിഷ് ഹിം all the very best for the future endeavors, and we will definitely meet in another episode with such creative enthusiasts on San TV. Until then, it's Ranjit Shankar Narayanan signing off. Take care.